ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഏഗൻ ലേണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഫസിൽ സാറ്. എല്ലാവരെയും വട്ടം കറക്കുന്ന സോഷ്യൽ സയൻസിലെ എസ് എ ക്വസ്റ്റ്യൻസ് എവിടുന്ന് വരും, അത് എന്താക്കണം എന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് വന്നത്. അവസാനം വരെ വീഡിയോ കാണാൻ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരെയും കുഴക്കുന്ന ഒരു ചോദ്യമാണ്, എസ് എ പൊട്ടിക്കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോയി, എല്ലാം പരിപാടി എല്ലാം തീർന്ന് പിന്നെ നമുക്ക് A+ ഒക്കെ നിർത്തിയിട്ട് അങ്ങ് പോകാം. ആ എസ് എ ക്വസ്റ്റ്യൻസ് ഏത് ചാപ്റ്ററിൽ നിന്നാണ് വരിക, അതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ലിസൺ, ഞാൻ ആദ്യം തന്നെ ഹിസ്റ്ററിയെ കുറിച്ചിട്ടൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ ഹിസ്റ്ററിയിലെ നമ്മുടെ കേരള ടുവേർഡ്സ് മോഡേണിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്, കേരള ടുവേർഡ്സ് മോഡേണിറ്റി. ഓക്കെ, ചില ആളുകളൊക്കെ പറയും ആ ചാപ്റ്റർ വളരെ വലുതാണ്, അതുകൊണ്ട് അതായത് കേരള ആധുനികതയിലേക്ക് ആ ചാപ്റ്റർ വളരെ വലുതാണ്, അതുകൊണ്ട് തന്നെ അതിൽ 6 മാർക്കിൻ്റെയൊക്കെ ചോദ്യം വരുന്നത്. അത് തെറ്റാണ്. ആ ഒരു അസംഷൻ തന്നെ തെറ്റാണ്. കേരള ടുവേർഡ്സ് മോഡേണിറ്റിയിൽ നിന്ന് ചോദ്യം എന്തായാലും 4 മാർക്കിന്റെ മുകളിലോട്ട് പോകില്ല. വെറും 4 മാർക്കിന്റെ ചോദ്യം മാത്രമാണ് ആ ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. ഓക്കെ, അപ്പൊ കേരള ടുവേർഡ്സ് മോഡേണിറ്റി അല്ലെങ്കിൽ കേരള ആധുനികതയിലേക്കുള്ള ചാപ്റ്റർ ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ വെറും 4 മാർക്കിന്റെ ചോദ്യം മാത്രമേ വരുന്നുള്ളൂ. പിന്നെ സാറേ, നമ്മുടെ 6 മാർക്കിന്റെ എസ് എ ക്വസ്റ്റ്യൻ എങ്കിருக்கு 6 മാർക്കിന്റെ എസ് എ ക്വസ്റ്റ്യൻ, പ്രത്യേകിച്ച് SS1 നിന്നുള്ള എസ് എ ക്വസ്റ്റ്യൻ എവിടെ? എസ് എ ക്വസ്റ്റ്യൻ എവിടെ? അതിന് നിങ്ങൾ നോക്കേണ്ടത് വേറെ ഏതും ചാപ്റ്റേഴ്സ് അല്ല, 1, 2 ചാപ്റ്റേഴ്സ് ആണ്. അത് ഏതൊക്കെയെന്ന് അറിയില്ലേ? ഒന്നാമത്തെ ചാപ്റ്റർ ആണ് റവല്യൂഷൻസ്. നമ്മുടെ റവല്യൂഷൻസ് കഴിഞ്ഞ വർഷം ചോദിച്ചത് ചൈനീസ് റവല്യൂഷൻ ആണ്. അതുപോലെ നമുക്കറിയാവുന്ന സെക്കൻഡ് ചാപ്റ്റർ ഉണ്ടല്ലോ, വേൾഡ് ഇൻ 20th സെഞ്ചുറി. വേൾഡ് ഇൻ 20th സെഞ്ചുറി. ഓക്കെ, ഈ 2 ചാപ്റ്റർ ഓറാണെന്ന് നിങ്ങൾക്കറിയാം. ഓറെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണെന്നറിയാം. ഓറെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. സാധാരണഗതിയിൽ കുട്ടികൾ എടുക്കാറുള്ളത് റവല്യൂഷൻ ആണ്. ഈ റവല്യൂഷൻ ഒന്നെങ്കിൽ ചോദിക്കും, അല്ലെങ്കിൽ വേൾഡ് ഇൻ 20th സെഞ്ചുറി ചോദിക്കും. ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ നിന്നാണ് നമുക്ക് 6 മാർക്കിന്റെ എസ് എ ക്വസ്റ്റ്യൻ എഴുതേണ്ടി വരിക. 2ൽ നിന്നും 6 മാർക്കിന്റെ എസ് എ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഏതെങ്കിലും ഒന്ന് തെരഞ്ഞെടുത്തിട്ട് നിങ്ങൾ എഴുതണം. ഓർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരിക. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ എസ് എ ക്വസ്റ്റ്യൻ ആലോചിച്ച് വല്ലാതെ വട്ടം കറങ്ങണ്ട, അത് ഇവിടുന്ന് മാത്രമേ വരുള്ളൂ. അതുകൊണ്ട് ഒരു സംശയം വേണ്ട, ഇവിടുന്നേ വരത്തുള്ളൂ. 1, 2 ചാപ്റ്റേഴ്സ് ആണ് ഓപ്ഷണൽ. ആ ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് എന്ത് വരുന്നത്, നമുക്ക് എസ് എ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഒരു സംശയം വേണ്ട. ഇത് ഞാൻ പറയുന്നത് SS1 കേസാണ്. ഹിസ്റ്ററി എന്ന് നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്ന അഡ്സൽ സാർ എടുക്കുന്ന പോർഷനിൽ നിന്ന് വരുന്ന കാര്യമാണ് ഈ പറയുന്നത്. ദെൻ ഇനി സാറേ, നമ്മുടെ SS2, നമ്മുടെ ജോഗ്രഫിയുടെ കേസ് എന്താ? ജോഗ്രഫി എന്നൊക്കെ പറയുന്ന സാധനം SS2. ഇവിടെ നമുക്ക് അറിയാം, നമ്മുടെ ഡൈവേഴ്സിറ്റി, ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി, വൈവിധ്യങ്ങളുടെ ഇന്ത്യ, അതായത് 7ാമത്തെ ചാപ്റ്റർ, വലിയ ചാപ്റ്റർ, പെരിയമാന ചാപ്റ്റർ. ആ ചാപ്റ്ററിൽ നിന്ന് എസ് എ ക്വസ്റ്റ്യൻ വരാം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടായിരിക്കും. ദാറ്റ് ഈസ് റോങ്. അത് റാങ്ക്ഡാ, അത് തെറ്റിടാ. അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ട. എസ് എ ക്വസ്റ്റ്യൻ 7ാമത്തെ ചാപ്റ്ററിൽ നിന്ന് വരൂല. അപ്പൊ സാർ 8ാമത്തെ ചാപ്റ്റർ അതും വലുതാണ്, വരത്തില്ല. സാർ വേറെ ഏതെങ്കിലും ചാപ്റ്റർ, വേറെ ഏത് ചാപ്റ്റർ എന്ന് ഞങ്ങൾ കാണിച്ചു തരാം. 1, 2 തന്നെ തപ്പിയാൽ മതി. 1ഉം 2ഉം, അതായത് സീസൺസ് ആൻഡ് ടൈം. സീസൺസ് അതും നമ്മുടെ വിൻഡും തമ്മിലാണ് കോമ്പറ്റീഷൻ. വിൻഡിൽ ഇതിൽ നിന്നുണ്ടായിരിക്കും 5 മാർക്കും 5 മാർക്കും കിട്ടും. 5+5 എന്ന് വെച്ചാൽ ഇതിലും 5 മാർക്കിന് ചോദ്യം ഉണ്ടായിരിക്കും, ഇവിടുന്നും 5 മാർക്കിന് ചോദ്യം. ഓക്കെ, എസ് എ ക്വസ്റ്റിന് കാര്യം, ഒരു ക്വസ്റ്റ്യൻ എസ് എ ക്വസ്റ്റിന്റെ കാര്യമാണ് പറയുന്നത്. ടോട്ടൽ 8 മാർക്ക് ഉണ്ടാവും. 3 മാർക്കിന് വേറൊരു ചോദ്യം കൂടെ ഉണ്ടായിരിക്കും. 3 മാർക്കിന്റെ വേറൊരു ചോദ്യം ഉണ്ടായിരിക്കും. അതിൽ നിന്ന് ഇല്ലെന്ന് പറയുന്നില്ല. എസ് എ ക്വസ്റ്റ്യൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. 5 മാർക്കിന്റെ എസ് എ ആണ് പൊതുവെ ജോഗ്രഫിയിൽ നിന്ന് ഉണ്ടാവാറുള്ളത്. മനസ്സിലായോ? 5 മാർക്കിന്റെ എസ് എ ആണ് പൊതുവെ ജോഗ്രഫിയിൽ നിന്ന് ഉണ്ടാവാറുള്ളത്, അഥവാ SS2 നിന്ന് ഉണ്ടാവാറുള്ളത്. SS1 നിന്നാണെങ്കിൽ 6 മാർക്കിന്റെ എസ് എ കാണാൻ പറ്റും. 6 മാർക്കിന്റെ എസ് എ കഴിഞ്ഞ വർഷം വരെയുള്ള പാറ്റേൺ വെച്ച് നമ്മൾ പറയുന്ന കാര്യമാണിത്. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എസ് എ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത് SSLCയുടെ സോഷ്യൽ സയൻസ് പരീക്ഷയ്ക്ക് എസ് എ ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് എവിടുന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, അത് ഉറപ്പാണ്. നമ്മുടെ 1ാമത്തെ ചാപ്റ്റർ ഋതുഭേദങ്ങളും സമയവും എന്നുള്ള ചാപ്റ്ററിൽ നിന്ന്, അതുപോലെ ബിൻഡിന്റെ ചാപ്റ്റർ, ഇതിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അത് രണ്ടും ഓറാണ്. ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. ഏതെങ്കിലും ഒരു എസ് എ നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, അതുപോലെ ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ ഓർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പിന്നെ പല ആൾക്കാർക്കും വേറൊരു സംശയമുണ്ട്, സാർ മോഡൽ എക്സാമിന് ഓർ ചാപ്റ്റേഴ്സ് ഉണ്ടോ? ഉണ്ട്. മോഡൽ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? SSLC എക്സാമിന്റെ അതേ മോഡൽ എന്നാ. അപ്പൊ SLC എങ്ങനെയാണ് നടക്കുന്നത്, അതേ മോഡലായിരിക്കും ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇതിൽ സംശയം വേണ്ട. ഓക്കെ, അപ്പൊ എനിവേ ഫസിൽ സാർ പോകുന്നു. ഇനി എസ്സേയുടെ കാര്യത്തിൽ ബേജാറാവണ്ട. ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് കമന്റ് ബോക്സിൽ അങ്ങ് ഇടുക. ഓക്കെ, എന്താണ് സോഷ്യൽ സയൻസിനെ കുറിച്ച് അറിയാനുള്ളത് അതങ്ങ് പറഞ്ഞുതരും. 1 വേർഡൊക്കെ എവിടുന്ന വരുന്നതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. അപ്പൊ ഫസിൽ സാർ പോകുന്നു. ഇനിയുള്ള ലൈവ് ക്ലാസ്സിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ഒരു ക്ലാസ് പോലും ഏഗണിന്റെ ക്ലാസ് മിസ് ചെയ്യാൻ പാടില്ല. മാക്സിമം നമ്മുടെ ആപ്പ് വേഗം അങ്ങ് ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്തോ. നിങ്ങളെ
മെൻറ്റർ കോൺടാക്ട് ചെയ്യും, മെൻറ്റർ സപ്പോർട്ട് എടുക്കുന്ന എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. വീഡിയോസ് എല്ലാം ആപ്പിൽ കയറുന്നുണ്ട്. ആപ്പിലെ വീഡിയോസ് ഒക്കെ എക്സ്ക്ലൂസീവ് ആണ്, അവിടുത്തെ മക്കൾക്ക് മാത്രമായിട്ടുള്ളതാണ്. കോണ്ടന്റ് വീഡിയോസ്, ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസോ എല്ലാം തന്നെ ഉണ്ട്. നമ്മുടെ ലൈവ് ഒരിക്കലും മിസ് ചെയ്യരുത്. ബി ഏഗൺ വാരിയേഴ്സ്. ഓക്കെ, നമ്മൾ ഏഗൺ വാരിയർ ആയിട്ട് മാറിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഫുൾ A+ അടിച്ചെടുക്കാൻ. ഓക്കെ, നിങ്ങളുടെ കൂടെ കട്ടൊക്കെ നിൽക്കുന്ന ടീച്ചേഴ്സും ഉണ്ട്. സോ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, എല്ലാവരും ലൈവുകളിലൊക്കെ കാണട്ടോ. ഓക്കെ, ഏത് ലൈവ് ആണെങ്കിലും ഏഗന്റെ ലൈവ് ആണോ നേരെ പോരുവാണെങ്കിൽ ഫ്രണ്ട്സിനെയും കൂട്ടിക്കോ, പൊളിച്ചെടുക്കും. ബൈ, സി യു.